Hi, hello, welcome to yet another video of Garage 51. നമ്മൾ ടയർ ഹഗ്ഗേഴ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കൈ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് കൈക്കോട്ടോ കൊടയൊന്നുമല്ല, നമ്മുടെ ടയർ ഹഗ്ഗറാണ്. ആ ഒരു ഷേപ്പ് റിസംബിൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. പക്ഷേ ഇത് JB റേസിങ്ങിൻ്റെ ഒരു കിടിലൻ ടയർ ഹഗ്ഗേഴ്സാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ന്യൂലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റീസും അതുപോലെ തന്നെ ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. നോർമലി നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു പാറ്റേൺ ആയിട്ടുള്ള ടയർ ഹഗ്ഗേഴ്സാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു പൈപ്പ് ടൈപ്പ്, അതായത് ഇത് ഹോളാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസ്റ്റും പിന്നെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ എല്ലാ കംപ്ലൈൻറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പുതിയൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ടയർ ഹഗ്ഗേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് CNC കട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ടൈപ്പിൻ്റെ ഈ ഒരു വീടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ ടയേഴ്സൊക്കെ നല്ല വീതിയുള്ള ടയേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് ഫുൾ കവേർഡ് ആയിട്ടുള്ള ആ ഒരു ഹഗ്ഗറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ പീസാണ്. അപ്പോൾ ഇതിൽ വെൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു മെറ്റൽ പീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെറൈറ്റി ഓഫ് ബൈക്സിനുള്ള ടയർ ഹഗ്ഗേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു ടയർ ഹഗ്ഗർ എക്സ്പൾസിനുള്ളതാണ്. ഇതും സിംഗിൾ പീസ് ആയിട്ടുള്ളൊരു CNC കട്ടിംഗ് ആയിട്ടുള്ള മെറ്റൽ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടിയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടഡ് ആണ് കേട്ടോ. അതുകൊണ്ട് റസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിനാണ് ഇത് പൗഡർ കോട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ABS മെറ്റീരിയലാണ്. നോർമലി എല്ലാ വണ്ടികൾക്കും ആ ചെളി തെറിക്കുന്ന കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. വളരെ റയർ ആയിട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അതിനുള്ള ഹഗ്ഗേഴ്സ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഹഗ്ഗർ എന്ന് പറഞ്ഞത് ഹിമാലയ 450ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹഗ്ഗറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹഗ്ഗർ എക്സ്പൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിറ്റിങ്ങിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് ആ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുക. അതുപോലെ തന്നെ എക്സ്പൾസ്, ഹിമാലയ 450, ട്രൈം സ്പീഡ് 400, ഡൊമിനോർ അങ്ങനെയുള്ള വണ്ടികൾക്കുള്ള ഹഗ്ഗേഴ്സൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഫിറ്റിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ടയർ ഹഗ്ഗേഴ്സ് ആവശ്യമുള്ള വണ്ടികൾക്കുള്ള എല്ലാ ടയർ ഹഗ്ഗേഴ്സും നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക, നിയർ ബൈ ആയിട്ടുള്ളവരൊക്കെ. അല്ല നമ്മളുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് DM ചെയ്താലും മതി. അല്ലെങ്കിൽ വാട്സാപ്പിലും ബുക്കിംഗ് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ടയർ ഹഗ്ഗേഴ്സും സെയിം ആണ്. ഇവിടെ ഒരു കാർബൺ ഫിനിഷിലും വരുന്നുണ്ട്. പിന്നെ നോർമലി വരുന്നൊരു പൈപ്പ് സെറ്റിംഗ് ആയിട്ടുള്ള വരുന്നൊരു ടയർ ഹഗ്ഗർ ഉണ്ട്. പിന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന JB റേസിങ്ങിൻ്റെ ടയർ ഹഗ്ഗേഴ്സും ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക, അതിലേക്ക് DM ചെയ്യുക. അല്ലെങ്കിൽ നോർമലി ഇൻസ്റ്റഗ്രാം വഴി DM ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടയർ ഹഗ്ഗേഴ്സ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ റീസ്റ്റോറേഷനും പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈക്ക് ലവേഴ്സിനും ആയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.